കേൾവിശക്തി കുറഞ്ഞവർക്ക് സഹായഹസ്തവുമായി വിദേശത്ത് നിന്ന് ഒരു മനുഷ്യസ്നേഹി ജർമ്മൻ സ്വദേശി ജുർഗൻ ക്രൈസ്റ്റ് ആണ് സൗജന്യമായി ശ്രവണ സഹായികൾ നൽകുന്നത്. ചുറ്റുപാടുമുണ്ടാകുന്ന ശബ്ദങ്ങളൊന്നും കേൾക്കാൻ കഴിയാത്ത ഹതഭാഗ്യർ അവർക്ക് ഒരാശ്വാസമാവുകയാണ് സ്വരം. CST സഭയുടെ സെന്റ് ജോസഫ് പ്രൊവിൻസിന്റെ സാമൂഹ്യ സേവന വിഭാഗവും ലബക്കട JPM കോളേജുമാണ് സംഘാടകർ. ജർമ്മൻ സ്വദേശി ജുർഗൻ ക്രൈസ്റ്റ് എന്ന മനുഷ്യസ്നേഹിയാണ് ഇതിന്റെ നട്ടെല്ല്. ജർമ്മനിയിൽ സർക്കാർ സർവീസിൽ നിന്നും പിരിഞ്ഞ 75-കാരൻ തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇന്ത്യയിലെയും ശ്രീലങ്കയിലെയും കേൾവിശക്തി കുറഞ്ഞവരെ സഹായിക്കാൻ ജുർഗൻ ക്രൈസ്റ്റ് തീരുമാനിക്കുകയായിരുന്നു. I am 75 years old and 2 years ago I was retired. Now I make some social projects in India and in Sri Lanka too. This is my second time I stay here in this place to helping people, young and old, for a better hearing. And I think this is not my last visit. I will come back this year, maybe November or December. Everybody need hearing aids. Heartily welcome to this place. എറണാകുളം മാണിക്യമംഗലം ബദിരവിദ്യാലയത്തിൽ കേൾവിശക്തി നഷ്ടമായ 200ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. ഇവിടം കേന്ദ്രീകരിച്ചാണ് ജുർഗൻ ക്രൈസ്റ്റിന്റെ പ്രവർത്തനം. അദ്ദേഹം ജർമ്മനിയിൽ നിന്ന് ഞങ്ങളുടെ സ്കൂളിൽ വന്നിട്ട് ഈ 200 ചില്ലാൻ കുട്ടികൾക്കും ഹിയറിംഗ് എയ്ഡ് കൊടുക്കുന്നു, അവരുടെ ചെവി ക്ലീൻ ചെയ്യുന്നു. അങ്ങനെ വലിയൊരു ചാരിറ്റിയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും കുട്ടികൾ വന്നാൽ കുട്ടികൾക്ക് ചെയ്യാനുള്ള നല്ല മനസ്സുണ്ട് ഇദ്ദേഹത്തിന്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹം തന്നെ ഈ മാണിക്യമംഗലം സ്കൂളിൽ സ്പീച്ച് തെറാപ്പിസ്റ്റിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏത് കുട്ടികൾക്ക് വേണമെങ്കിലും അവിടെ വന്ന് വന്നാൽ സ്പീച്ച് തെറാപ്പി കൊടുക്കും. അങ്ങനെ ഈ ഇന്ത്യയിലുള്ള കുട്ടികൾ ആരും ഹിയറിംഗ് ലോസ് ആയിട്ട്, അതായത് വിഷമിച്ച് നിൽക്കാൻ പാടില്ല. എല്ലാവരും കേൾക്കണം. ഈ പ്രപഞ്ചത്തിലെ സൗണ്ടും പ്രപഞ്ചത്തിലെ പല പല ശബ്ദങ്ങളെല്ലാം സ്വീകരിച്ച് അത് എൻജോയ് ചെയ്യണം എന്നുള്ള ഒരു മോട്ടോ ആണ് ഇദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനുവേണ്ടി ആര് ആ സ്കൂളിലേക്ക് വന്നാലും ഫ്രീ ആയിട്ട് അവർക്ക് സ്പീച്ച് തെറാപ്പി കൊടുക്കുന്നതാണ്. ജർമ്മനിയിലെ സാമൂഹ്യ സേവനത്തിൽ തൽപരരായ ഒരു സംഘം ആളുകൾക്കാണ് ജുർഗൻ ക്രൈസ്റ്റ് നേതൃത്വം നൽകുന്നത്. 2 ശ്രവണ സഹായികൾക്ക് 50,000 രൂപ ചെലവ് വരും. ഇത് തികച്ചും സൗജന്യമായാണ് ഇവർ നൽകുന്നത്. JPM കോളേജിൽ നടന്ന ആദ്യ ക്യാമ്പിൽ 40 പേരാണ് പങ്കെടുത്തത്. ഇന്ന് 44 പേരെത്തി. ഇവരെ പരിശോധിച്ച് അടുത്ത തവണ ഇവർക്ക് ശ്രവണ സഹായി സൗജന്യമായി നൽകും. ഇവിടെ നമ്മൾ കൂടിയിരിക്കുന്ന ഈ ജർമ്മനിയിൽ നിന്നും ഒരാൾ അവരുടെ ഒരു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. പെൻഷൻ പറ്റിയ ആളുകളെല്ലാവരും കൂടി, ജർമ്മനിയിലുള്ള ആളുകൾ വിദേശങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്ത്യ, ശ്രീലങ്ക പോലെയുള്ള സ്ഥലങ്ങളിൽ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേൾവിക്കുറവുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പിന്നെ പ്രായമുള്ളവർക്കാണെങ്കിലും ശ്രവണ യന്ത്രം അവരുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. വിദേശ നിർമ്മിത ശ്രവണ സഹായിയാണ് ഇവർ നൽകുന്നത്. ഇന്ത്യൻ നിർമ്മിത ശ്രവണ സഹായിയേക്കാൾ ഏറെ ഗുണമേന്മ ഇതിനുണ്ട്. ഇപ്പോൾ JPM കോളേജിൻ്റെ സഹായത്തോടെ ഇപ്പം ജർമ്മനിയിൽ നിന്ന് ഒരു സാറ് വന്ന് ചെയ്തു തന്നിരിക്കുന്നതാണ്. ഇത് കൊച്ചിന് തീർത്തും പ്രയോജനപ്രദമായിരിക്കും. ഈ എയ്ഡ് വിദേശ നിർമ്മിതമാണ്. ഇതിലൂടെ ഈ കേരളത്തിലുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണ്. സ്വരങ്ങൾ കേൾക്കാൻ കഴിയാത്തവർക്ക് സാന്ത്വനത്തിന്റെ സ്നേഹസ്പർശം നൽകുകയാണ് സ്വരം എന്ന ഈ കൂട്ടായ്മ. ഭാഷയ്ക്കും ദേശത്തിനുമപ്പുറം കാരുണ്യത്തിന്റെ മുഖമാവുകയാണ് ജുർഗൻ ക്രൈസ്റ്റ്.